ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഉണ്ട് കേട്ടോ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് നമ്മൾ ഈ വെറും പുളിക്കറി ഉണ്ടാക്കണത് എങ്ങനെയാണ്. അതായത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറി ഇല്ലെങ്കിൽ ചോറിൻ്റെ കൂടെയൊക്കെ ഉണ്ടാക്കുന്ന രീതിയിലാണ്. അതിന് ഫസ്റ്റ് നമ്മൾ ഒരു കൊച്ചു പാത്രത്തിൽ എണ്ണ ചൂടാക്കിയിട്ട് കടുക് വറുക്കണം. കടുക് വറുത്തതിന് ശേഷം ഇത്തിരി കറിവേപ്പിലയും പിന്നെ വറ്റൽ മുളക് മുറിച്ചിടണം. പിന്നെ ആദ്യമേ നമ്മൾ പിന്നെ ഇത് വെള്ളത്തിൽ ഈ പുളിയും ഉപ്പും കൂടെ പിഴിഞ്ഞങ്ങ് കഴിക്കണം. അച്ഛൻ ചുമ്മാ ചിരിപ്പിക്കാതെ എന്നെ ഇട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് ഇത് കണക്ക് കിട്ടും. അതിനാവശ്യം നമുക്ക് ഇതേപോലത്തെ ഒരു പാത്രം, പിന്നെ വേണമെങ്കിൽ കുരുമുളക് പൊടി, എണ്ണ, വേണമെങ്കിൽ കായം, ഇത് കടുക്, കറിവേപ്പിലയും വേണം. അത് നമ്മൾ ഫസ്റ്റ് ഈ പാത്രം ചൂടാക്കിയെടുക്കണം. നല്ലെണ്ണ ചൂടാണ്. നല്ലെണ്ണ ചൂടായതിനു ശേഷം നമ്മൾ ഈ എണ്ണ ഇതിലോട്ട് ഒഴിച്ച് കടുക് വറുക്കാം. കടുക് വറുത്തതിന് ശേഷം നമ്മൾ കറിവേപ്പിലയും കൂടെ ഒഴിക്കും. നമുക്ക് കടുക് ഇടാം. സ്റ്റൗവിൽ തീ കുറച്ച് വയ്ക്കാം. പൊട്ടിച്ചെടുത്ത് ഇനി നമുക്ക് ഇത് കറിവേപ്പില ഇടാം. നമ്മളിനി നേരത്തെ എടുത്ത് വെച്ചാൽ പുളി ഇതിലേക്ക് വെക്കാം. വേണമെങ്കിൽ ഈ സമയത്ത് ഇത് കുരുമുളകും കായവും ചേർക്കാം. എനിക്കത് ഇഷ്ടമല്ലാത്തത് ഞാൻ ചേർക്കുന്നില്ല, അത് ഓപ്ഷണലാണ്. നമുക്കിനി ഇത് ഇളക്കണം. നല്ലവണ്ണം ചൂടാണത്. ഈ സാധനം ഉണ്ടാക്കാൻ കുറഞ്ഞ സമയം കൊണ്ട് ഒരു കറി ഉണ്ടാക്കാൻ പറ്റും. ഇത് നല്ല രുചിയാണ് കഴിക്കാൻ. ചോറിൻ്റെ കൂടെയൊക്കെ ഇതൊക്കെ മതി. നല്ലവണ്ണം തിളച്ചതിന് ശേഷം നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യും. ഭയങ്കരമായിട്ട് തിളയ്ക്കണമെന്നില്ല, ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി. കാരണം ആ എണ്ണയൊക്കെ നല്ലവണ്ണം തിളച്ചിരിക്കുക. നമുക്കിനി ഇതിലോട്ട് മാറ്റി ഒഴിക്കാം.